എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മിഷൻ PYQ 8th പാർട്ടിലേക്കാണ് കടക്കുന്നത്. 8ാമത്തെ സെക്ഷനാണ്. നമ്മൾ ഇതുവരെ 7 സെക്ഷൻ പരീക്ഷകൾ നടത്തിയിരുന്നു. ഈ പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് 8ാമത്തെ സെക്ഷനിലോട്ടാണ്. ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായും നിയന്ത്രിക്കുന്നത് ഏത്? ബോധതലം, ബോധപൂർവതലം, അബോധതലം ഇവയൊന്നുമല്ല. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഫ്രോയിഡിന്റെ, നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി മനസ്സിൽ വരിക. മനോവിശ്ലേഷണ സിദ്ധാന്തം, സൈക്കോ അനലിറ്റിക്കൽ തിയറിയുടെ വക്താവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ അദ്ദേഹം പറയാണ് മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായും നിയന്ത്രിക്കുന്നത് ഏത് മനസ്സെന്നാണ്, അല്ലെങ്കിൽ ഏത് തലമാണ് മുഖ്യമായി നിയന്ത്രിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അബോധ തലമാണ് നമ്മുടെ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായിട്ടും നിയന്ത്രിക്കുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, അബോധ തലമാണ്. അബോധ തലമാണ് നമ്മുടെ ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി ഏത്? കേസ് സ്റ്റഡി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരിക മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളിൽ വരുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. കേസ് സ്റ്റഡി, പ്രൊജക്റ്റീവ് മെത്തേഡ്സ്, അതുപോലെ തന്നെ എന്താണ് നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, അഭിമുഖം, സർവേ രീതി, ഇതെല്ലാം ആക്ഷൻ റിസർച്ച്, ഇതെല്ലാം വരുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ മനഃശാസ്ത്ര ഗവേഷണ രീതി എന്ന് പറയുന്നത്. അതിൽ കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ചികിത്സാ രീതി, സർവേ രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി. ഇതിൽ ഏതിലായിരിക്കും നമ്മുടെ കേസ് സ്റ്റഡി വരുന്നത്? കേസ് സ്റ്റഡി വരുന്നത് നമ്മുടെ ശരിയായ ഉത്തരം, നിങ്ങൾ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. കേസ് സ്റ്റഡി വരുന്നത് ഒരു ചികിത്സാ രീതിയാണ് കേട്ടോ. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ചികിത്സാ രീതിയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ചികിത്സാ രീതിയാണ്. കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി എന്ന് പറയുന്നത് ഒരു ചികിത്സാ രീതിയാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം ഉപയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞത്? വെഷർ, തോണ്ടെക്, സ്പിയർമാൻ, ഗാർഡ്നർ. ഇവരിൽ ആരാണ് ഈ പറയുന്ന പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം ഉപയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറഞ്ഞത്? ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് തോണ്ടെക് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് തോണ്ടെക് ആണ്. തോണ്ടെക് ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, നാലാമത്തെ ചോദ്യം ഇതാണ്: അധ്യാപന വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്നത് അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അധ്യാപകൻ ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഗെയിമുകളും കളികളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ബാഹ്യ പ്രേരണ, ആന്തരിക പ്രേരണ, അതുകൂടാതെ ഇവ രണ്ടും ഇതൊന്നുമല്ല എന്നതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞത്. ഇതിൽ എന്തിനു വേണ്ടിയാണ് ഗെയിമും കളിയും ഉപയോഗിക്കുന്നത്? അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആന്തരികമായിട്ടുള്ള അഭിപ്രേരണ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. ആന്തരികമായ അഭിപ്രേരണ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഗെയിമുകളും കളികളും ഒക്കെ എന്ത് ചെയ്യുന്നത്? അധ്യാപകൻ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സ്വമേധയാ ഉള്ളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പ്രേരണയും ഒരു ഇന്റൻസിറ്റിയും കുട്ടികൾക്ക് കൂടും. അതിനു വേണ്ടിയാണ് നമ്മുടെ ടീച്ചേഴ്സ് ഇങ്ങനത്തെ ഉള്ള മെത്തേഡുകൾ ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായോഗികവാദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സാമൂഹികവും ഭൗതികവുമായ പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകുന്നു. ശിശുവിന്റെ നൈസർഗിക സ്വയം പ്രവർത്തനം പ്രയോജനപ്പെടുത്തിയാണ് വിദ്യാഭ്യാസം നേടേണ്ടത്. ഇന്ദ്രിയ ഭേദനത്തിലൂടെ നേടുന്ന ജ്ഞാനമല്ല, മറിച്ച് മനോവ്യാപാര ഫലമായി വികസിക്കുന്ന വിജ്ഞാനമാണ് ശ്രേഷ്ഠം. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകളുടെ ഉപയോഗവും. ഇതിലേതായിരിക്കും നമ്മുടെ ശരിയായ ഉത്തരം വരുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായോഗികവാദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ ചോദ്യം. ഇതിൽ ഏതാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക, ശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ പറയുക. ഇവിടെ നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സാമൂഹികവും ഭൗതികവുമായ പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകുന്നതാണ് പ്രായോഗികവാദം എന്നതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ശരിയായ പ്രസ്താവന കേട്ടോ. അപ്പൊ നമ്മുടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് സാമൂഹികവും ഭൗതികവുമായ പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകുന്നു, അത് പ്രായോഗികവാദം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്? പ്രകൃതിവാദവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്.
മൂന്നാമത്തെ ഇന്ദ്രിയ വേദനം ഏതുമായിട്ട് ബന്ധപ്പെടുന്നു? ആദർശവാദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്നാൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളുടെ ഉപയോഗം യാഥാർത്ഥ്യവാദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്ട്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒന്നാമത്തതാണ് ശരി ഉത്തരം. ഓക്കെ, ഏതാണ്? സാമൂഹികവും ഭൗതികവുമായ പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം, മനുഷ്യ മനസ്സിലെ പ്രാകൃത വിചാര വികാര ശക്തികളുടെ കേന്ദ്രം ഏത്? ഇഡ്, അഹം, അത്യഹം, ലിബിഡോ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറികൾ മനസ്സിൽ നിങ്ങൾ ഓർക്കുക. ശേഷം ഈ പറയുന്ന കോൺസെപ്റ്റുകൾ മനസ്സിൽ വരിക. ആ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പോയിന്റ്സുകളും നിങ്ങളുടെ മൈൻഡിൽ വരിക. മനുഷ്യ മനസ്സിലെ പ്രാകൃത വിചാര വികാര ശക്തികളുടെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ ഏതായിരിക്കും? ഇഡുണ്ട്, അഹമുണ്ട്, അത്യഹമുണ്ട്, ലിബിഡോ ഉണ്ട്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇഡാണ് കേട്ടോ. ഇഡാണ് ശരിയായ ഉത്തരം. ഇഡ് ഈസ് അവർ റൈറ്റ് ആൻസർ. ഇഡ്. ഓക്കെ, ഇഡാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാം കാണുന്ന സ്വപ്നങ്ങൾക്ക് കാരണം മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പ്രതിപാദിക്കുന്ന മനസ്സിന്റെ തലമേത്? ഓപ്ഷൻസ്: ബോധമനസ്സ്, അബോധ മനസ്സ്, സ്വബോധ മനസ്സ്, അബോധ മനസ്സ്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് കാരണം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ സ്വപ്ന വ്യാഖ്യാനം നടക്കുന്ന മനസ്സിന്റെ തലമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് കാരണമായ മനസ്സിന്റെ തലമെന്ന് വിശേഷിപ്പിക്കാം. ഇതിനെല്ലാം കാരണമായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അബോധ മനസ്സാണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എട്ടാമത്തെ ചോദ്യം ഇതാണ്: 2 പാത്രങ്ങളിൽ തുല്യ അളവിൽ പാൽ എടുക്കുന്നു. ഒരു പാത്രത്തിലെ പാൽ പരന്ന പാത്രത്തിൽ ഒഴിച്ച് ഏത് പാത്രത്തിലെ പാലാണ് കൂടുതലെന്ന് ചോദിച്ചപ്പോൾ പരന്ന പാത്രത്തിലെ പാലാണെന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് മാനസിക പ്രക്രിയ പരിമിതിയാണ് കുട്ടിക്ക് ഉണ്ടാവുക? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. കൺസർവേഷൻ, സചേതനത്വം, പ്രത്യാവർത്തനം, അഹം കേന്ദ്രീകൃത ചിന്ത. ഓപ്ഷൻസ് കണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയ ശേഷം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കൺസർവേഷൻ ആണ് കേട്ടോ. കൺസർവേഷൻ ദ കോൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ അളവിൽ മാത്രമേ വ്യത്യാസം, രൂപത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അളവിൽ യാതൊരുവിധ വ്യത്യാസവും വരുന്നില്ല. രൂപത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അളവിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലാത്ത രീതിയെ വിളിക്കുന്ന പേരാണ് കൺസർവേഷൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരു വ്യക്തിയുടെ മനോസാമൂഹിക വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേതാണ്? എറിക് എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, കോൾബർഗ്, ഹാവിഗസ്റ്റ്. ഇതിൽ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? മനോസാമൂഹിക വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എറിക് എറിക്സൺ ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 10ാമത്തെ ചോദ്യം എന്താണ്? ഒരു കുട്ടിയുടെ സാമൂഹിക വൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ്. നമ്മുടെ ചോദ്യം ഇതാണ്. പ്രൈമറി സോഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. പ്രൈമറി സോഴ്സ് കുടുംബമുണ്ട്, സ്കൂളുണ്ട്, മതമുണ്ട്, അയൽപക്കമുണ്ട്. ഏതായിരിക്കും നമ്മുടെ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഈസ് കുടുംബമാണ്. ഒരു സാമൂഹ്യവൽക്കരണത്തിന്റെ സോഷ്യലൈസേഷൻ പ്രോസസ്സിന്റെ പ്രൈമറി യൂണിറ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശരിയായ ഉത്തരം ഫാമിലിയാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം ഇതാണ്. ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ഘടനാ സിദ്ധാന്തത്തെ അനുസരിച്ച് ബുദ്ധിയുടെ ഘടനാപരമായ 3 മാനങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ എ നോക്കുക. ഉള്ളടക്കം, വിലയിരുത്തൽ, ഉൽപ്പന്നം. ബി, ഉൽപ്പന്നം, മാനസിക പ്രക്രിയ, വിലയിരുത്തൽ. സി, ഉള്ളടക്കം, ഉൽപ്പന്നം, മാനസിക പ്രക്രിയ. ഡി, മാനസിക പ്രക്രിയ, ഉൽപ്പന്നം, വിലയിരുത്തൽ. ഗിൽഫോർഡിന്റെ തിയറി നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ തിങ്ക് ചെയ്ത ശേഷം അതിനകത്ത് വരുന്ന ബുദ്ധിയുടെ ഘടനാപരമായിട്ടുള്ള 3 മാനങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുക. ഗിൽഫോർഡിന്റെ തിയറി ഓർത്തെടുത്ത ശേഷം കൊണ്ടുവരിക. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഉള്ളടക്കം, ഉൽപ്പന്നം, മാനസിക പ്രക്രിയ എന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ.
ഓക്കെ, അപ്പൊ 11 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ 11 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയമായിട്ട് തന്നെ നിങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങൾക്ക് ഓരോ എക്സാമുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ നിലവാരം എങ്ങനെയാണെന്ന് മനസ്സിലാവും. കഴിവതും ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഗൂഗിളിൽ തപ്പി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ബുക്കുകളിലൂടെ മറ്റുമൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കഴിവതും റെഫർ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ മാക്സിമം ടൈം ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻസ് ആയിരിക്കണം പ്രധാന ലക്ഷ്യം. ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്നും ചോദ്യങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പം എനിവേ എല്ലാവർക്കും താങ്ക്സ്. അതുകൂടാതെ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഉപയോഗമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു.